Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി പുതിയ വീഡിയോസ് കണ്ടിട്ട് പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ റെസിപ്പി ഫിഷ് ബിരിയാണിയാണ്. അത് ഞാൻ ഉണ്ടാക്കുന്നത് അയക്കൂറ കൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി അയക്കൂറ കിട്ടിയില്ല അല്ലെങ്കിൽ ദശക്കട്ടിയുള്ള വേറെ ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നല്ല സ്പൈസി ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 1.5 കിലോ അയക്കൂറ എന്ന് പറയുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇത് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി എന്നല്ല എടുത്തിട്ടുള്ളത്, സാധാരണ മുളക് പൊടി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇട്ടിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് പാൻ ചൂടായപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതവിടെ ഒന്ന് ഫ്രൈ ആവട്ടെ. നമുക്കിനി അടുത്ത ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതുപോലെ നമുക്ക് മീൻ ബിരിയാണിക്കുള്ള മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനൊരു 7 മീഡിയം ഓണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഞാൻ ഇത് ചോപ്പറിൽ വെച്ച് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസറിൽ വെച്ച് അരിയാവുന്നതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ആണത്. പിന്നെ ഒരു 10 പച്ചമുളക് ചതച്ചെടുത്തതാണത്. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു 7 തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഞാൻ ഇടുന്ന സമയത്ത് പറയാം. നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കടായി നന്നായി ചൂടായിട്ടുണ്ട്. ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, നെയ്യ് ആഡ് ചെയ്തിട്ടില്ല. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരണം കേട്ടോ. സവാള ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് നമുക്ക് സവാള വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ, ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കിടന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മൂക്കട്ടെ, അതായത് ഒന്ന് വഴന്ന് വന്നോട്ടെ, പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ പറയാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയുടെ പച്ചച്ചുവ ഒന്ന് മാറിക്കോട്ടെ. അങ്ങനെ ഗരം മസാലയുടെ പച്ചച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ഇട്ട് കൊടുത്ത പോലെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടും.
ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇതൊന്ന് മൂടി വെച്ച് അവിടെ ഇരുന്ന് വേവണം. അപ്പോൾ നമുക്ക് മസാലയൊക്കെ വേവുന്ന അതുപോലെ മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് ഒരു 6 കപ്പ് ജീരകശാല റൈസ് ഉണ്ട്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വേണ്ടി വെക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മസാല ഏകദേശം ആയിട്ടുണ്ടാവും. മസാല ഏകദേശം ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് പകരം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി നമ്മുടെ മീനിൽ ഓൾറെഡി മസാല ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി പിന്നെ നമ്മുടെ മീൻ ഫ്രൈയിൽ അത്യാവശ്യത്തിനുണ്ട്. ഇത് നന്നായി ഇളക്കി വേവിപ്പിക്കുക. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനി മസാലയിൽ കിടന്നിട്ട് ഒന്ന് വേവണം കേട്ടോ. ഇനി അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടുത്ത സെറ്റ് മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. നമുക്ക് മസാലയുടെ സ്ഥിതി എന്തായി നോക്കാം. നമുക്ക് മസാല ഒന്ന് തുറന്ന് നോക്കാം. പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി നോക്കാം. പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് മസാലകൾ. ഇനി നമുക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ഒരു ഹാഫ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. കുരു ഉണ്ടെങ്കിൽ കുരു മാറ്റണം. ഇങ്ങനെ കുരുയില്ലാത്ത ചെറുനാരങ്ങയാണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് നമുക്ക് ഉപ്പൊന്ന് നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുത്തു. ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മൾ മീനിൻ്റെ ഉപ്പും കൂടി നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് ഇത് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. ചെറുനാരങ്ങ നീരും അതുപോലെ നമ്മുടെ ബീൻസും ആഡ് ചെയ്തൊക്കെ ഒന്ന് നന്നായി ഇതിൽ പിടിക്കട്ടെ. അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായി ഇതിലൊന്ന് പിടിക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പൊന്നും കൂടി ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് പാകത്തിനുണ്ട്. നമുക്കിനി ഇത് മൂടി വെക്കാം.
അങ്ങനെ നമ്മൾ ഫിഷ് ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് മസാലയിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ നമുക്ക് ഇനി ഇത് തുറന്നൊന്ന് നോക്കാം. മസാല അതുവരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഇത് തുറന്ന് നോക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് മസാല കുറച്ചുകൂടി നീക്കി നമ്മൾ വേണം ഇത് ഓരോ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാണിച്ചിട്ട് ആദ്യം മസാല കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് ഇട്ടു, അതിന് മേലേക്ക് കുറച്ച് മസാല ഇട്ടു. അങ്ങനെ കുറേശ്ശെ ഇത് നീക്കി വേണം നമ്മളിങ്ങനെ ഫിഷ് ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നീക്കി വെച്ച് കൊടുക്കുക, ഇവിടെ ഇട്ട് കൊടുക്കാം. മസാല അതിൻ്റെ മേലേക്കൊന്ന് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഫുള്ളും ഫിഷ് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഫിഷൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇത് മസാലയൊക്കെ ഈ ഫിഷിലൊന്ന് പിടിക്കണം. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിനയില തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം. ചോറ് വേവുന്ന വരെ അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷേ ലോ ഫ്ലെയിമിലായിരിക്കണം എന്ന് മാത്രം. അപ്പം നമുക്കിനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നെയ്യ് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു ബേ ലീവ്സ് നുറുക്കിയിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 5 പട്ട, ഒരു ടീസ്പൂൺ ഏലക്കായ, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഗ്രാമ്പൂ. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതൊരു 6 കപ്പ് അരി ഉണ്ട്. അപ്പം അതൊന്ന് നമുക്കിതിൽ ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. അരിന്ന് നന്നായി വറുത്ത് ഞാൻ നേരത്തെ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇതിൽ ഇതൊന്ന് അരി ഒന്ന് വറുക്കട്ടിട്ട് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അരിയൊന്ന് നന്നായി വറുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 9 കപ്പ് വെള്ളമുണ്ട്. ഞാൻ 6 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. പാകത്തിനുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലോണം വേവിക്കാം. അത് വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ചോറ് വേവുന്നതിനിടയ്ക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവാളയും അതുപോലെ കാഷ്യൂ നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കാണിച്ചതാണ്, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചോറ് വെന്തോ നോക്കാം. ചോറ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഇടാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ദമ്മിടുന്നതെന്ന് നോക്കാം, ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മുമ്പ് കാണിച്ചതായിരുന്നു, ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം. ഞാൻ അടിയിൽ നെയ്യ് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് വെച്ച് ഞാൻ അതിൻ്റെ മേലെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ഇടുമ്പോൾ മീൻ ഉടയാതെ നോക്കണം.
ഇനി പതുക്കെ എടുത്ത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് മസാല ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തത് സവാളയും അതുപോലെ കാഷ്യൂസും റെസിൻസൊക്കെ ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയൊക്കെ തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല പൊടി നമുക്ക് അതിൻ്റെ മേലെ തൂവി കൊടുക്കണം. ബാക്കിയുള്ള ചോറ് ഇട്ട് കഴിഞ്ഞു, എല്ലാ ചോറും ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗരം മസാല പൊടി ഒന്ന് തൂവി കൊടുത്തു ഏറ്റവും മേലെ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗാർണിഷ് ചെയ്യാനുള്ള സവാളയൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ മീൻസ് ഇട്ട് കൊടുത്തു. അതുപോലെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ, ഹാഫ് ചെറുനാരങ്ങ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മേലെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഈ കവറൊന്ന് വെച്ച് കൊടുക്കാം, നന്നായി അമർത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാവും. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മസാല ഉണ്ടാക്കുന്ന ടൈമും അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ടൈമും മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.